വചനം 15. വാക്കർത്ഥം. ഖുൽ പറയുക, ചോദിക്കുക, അദാലിക അതാണോ, ഖൈറുൻ ഉത്തമം, നല്ലത്, ഗുണകരം, അം അഥവാ അതല്ല, അതോ, ജന്നത്തുൽ ഖുൽദി ശാശ്വത സ്വർഗം, സ്ഥിരവാസത്തിൻ്റെ സ്വർഗം ആണോ, അല്ലത്തി ഉഇദ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതായ, അൽ മുത്തഖൂന ഭയഭക്തർക്ക്, സൂക്ഷ്മതയുള്ളവരോട്, കാനത്ത് അതാകുന്നു, ആയിരിക്കുന്നു, ലഹും അവർക്ക്, ജസാഅൻ പ്രതിഫലം, വമസീറൻ മടങ്ങുന്ന സ്ഥലവും പ്രാപ്യസ്ഥാനവും. قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا. നബിയെ പറയുക, അതാണോ ഉത്തമം, അഥവാ ഭയഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ശാശ്വത സ്വർഗമോ? അത് അഥവാ സ്വർഗം അവർക്ക് പ്രതിഫലവും മടങ്ങിച്ചെല്ലുന്ന ഭവനവും ആയിരിക്കുന്നതാണ്. വചനം 16. വാക്കർത്ഥം. ലഹും അവർക്കുണ്ട്, ഫീഹ അതിൽ, അവിടത്തിൽ, മാ യാതൊന്ന്, യശാഊന അവർ ഉദ്ദേശിക്കുന്ന, ഖാലിദീന നിത്യവാസികളായിട്ട്, ശാശ്വതരായ നിലയിൽ, കാന അത് അക്കാര്യമാകുന്നു, ആയിരിക്കുന്നു, അലാ റബ്ബിക നിന്റെ റബ്ബിൻ്റെ മേൽ, വഅദൻ വാഗ്ദാനം, കരാർ, മസ്ഊലൻ ചോദ്യം ചെയ്യപ്പെടാവുന്ന അഥവാ ഉത്തരവാദപ്പെട്ട. لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا. നിത്യവാസികളായിരിക്കുന്ന നിലയിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊന്നും അവർക്കതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അക്കാര്യം നിന്റെ റബ്ബിൻ്റെ മേൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു വാഗ്ദാനമാകുന്നു. 15-16 വചനങ്ങളുടെ വിശദീകരണം. അവിശ്വാസികൾക്ക് നരകത്തിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത ശിക്ഷയുടെ സ്വഭാവം ചുരുക്കി വിവരിച്ചതിനു ശേഷം, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മുഖേന ദോഷബാധയെ സൂക്ഷിച്ചു വരുന്ന ഭയഭക്തർക്ക് ലഭിക്കുന്ന സ്വർഗീയ സൗഭാഗ്യം ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ രണ്ടിൽ ഏതാണ് കൂടുതൽ ഉത്തമം, ഏതാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കുമാറ് അവിശ്വാസികളുടെ മനഃസാക്ഷികളെ തട്ടി ഉണർത്തുകയും ചെയ്യുന്നു. അക്കാര്യം ഭയഭക്തന്മാർക്കുള്ള പ്രതിഫലം ശാശ്വത സ്വർഗമാണെന്ന കാര്യം അല്ലാഹുവിൻ്റെ മേൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന വിധം ഉത്തരവാദപ്പെട്ട ഒരു വാഗ്ദാനമാണ് എന്ന് പറഞ്ഞത് സജ്ജനങ്ങളായ ആളുകളെ ആവേശം കൊള്ളിക്കുന്നതത്രേ. അല്ലാഹുവിനു പുറമെ ഇതര വസ്തുക്കളെ ആരാധ്യവസ്തുക്കളായി സ്വീകരിച്ചവർക്ക് അവരുടെ ആരാധ്യവസ്തുക്കളിൽ നിന്ന് പരലോകത്ത് വച്ചുണ്ടാകുന്ന അനുഭവം എന്തായിരിക്കുമെന്ന് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നു.